സംസ്ഥാനത്തെ ബോർഡ് കോർപ്പറേഷൻ അധ്യക്ഷ നിയമനവുമായി ബന്ധപ്പെട്ട യുഡിഎഫിലെ ഉഭയകക്ഷി ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഉൾപ്പെടെ കൂടുതൽ പദവികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷൻ ആവശ്യപ്പെട്ട മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പിടിവലി തുടരുകയാണ്. അതേസമയം ഭരണപരിഷ്കാര കമ്മീഷൻ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. ബോർഡ് കോർപ്പറേഷൻ നിയമനം വൈകുന്നതിൽ അമർഷം പുകയുന്നതിനിടയിൽ ചർച്ചകൾ വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ്. ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തി. മുസ്ലിം ലീഗ് ഉൾപ്പെടെ കൂടുതൽ പദവികൾ ആവശ്യപ്പെടുന്നത് വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷൻ ആർക്ക് നൽകണമെന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഒരുപോലെ പിടിവലി തുടരുകയാണ്. ഭരണപരിഷ്കാര കമ്മീഷൻ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. മുന്നണിയിലെ പ്രധാന നേതാക്കളായ എം കെ മുനീർ, പി ജെ ജോസഫ്, ജി ദേവരാജൻ, മാണി സി കാപ്പൻ എന്നിവർക്ക് ക്യാബിനറ്റ് പദവി നൽകുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. വയോജന കമ്മീഷൻ അധ്യക്ഷ പദവിയിൽ പി ജെ ജോസഫിനെ നിയമിക്കാമെന്ന നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുന്നണിയിലെ വിഭജനം പൂർത്തിയായാൽ തൊട്ടുപിന്നാലെ നിയമനങ്ങൾ തുടങ്ങാനാണ് തീരുമാനം. അടുത്ത മാസം ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങൾ പൂർത്തിയാക്കണമെന്ന് KPCC തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ചർച്ചകൾ സജീവമായതോടെ പദവികൾ ലക്ഷ്യമിട്ട് തലസ്ഥാനത്ത് തമ്പടിച്ചിരിക്കുകയാണ് നേതാക്കൾ. KTDC, KSFE, PSC, വനിതാ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പ്രധാന സ്ഥാപനങ്ങളിലേക്കാണ് ഭൂരിഭാഗം നേതാക്കളും നോട്ടമിട്ടിരിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.